നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഞാനിപ്പോഴുള്ളത് വാമനപുരം LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള DK മുരളിക്കൊപ്പമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം വളരെ ചുരുങ്ങിയ നിമിഷങ്ങളായിരുന്നു. എങ്ങനെയുണ്ട് ഈ ഒരു അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ? ഈ പറഞ്ഞത് ശരിയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കുറച്ച് നാളുകൾ മാത്രമേ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. അതിന് വന്നൊരു ബുദ്ധിമുട്ട് 10 വർഷക്കാലമായി ഞാൻ ഈ പ്രവർത്തന രംഗത്തുള്ളതുകൊണ്ട് ഒരുപാട് പേരെ നേരിട്ടറിയാം. പരിചയം ഉള്ളവരാണ് വളരെയധികം പേരുണ്ട്. അവരെല്ലാം ഒന്ന് നേരിൽ കാണാനോ വിളിച്ച് സംസാരിക്കാനോ ഒന്നുമുള്ള സമയം കിട്ടിയില്ല എന്നുള്ളൊരു കുറവുണ്ട്. എങ്കിലും എൻ്റെ അഭ്യർത്ഥനയും മറ്റ് പ്രസ്താവനകളും ഒക്കെ അവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അത് അവർ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നടത്തിയ 10 വർഷക്കാലം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം നാട്ടിൽ ദൃശ്യമാണ്, ജനങ്ങൾക്ക് ബോധ്യമാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ എനിക്ക് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ വിശ്വാസം. ജനങ്ങളുടെ പ്രതികരണവും ആ രൂപത്തിലാണ് വരുന്നത്. ആ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയും. ജില്ലയുടെ തെക്കൻ മലയോരം നോക്കുകയാണെങ്കിൽ LDFന് CK ആണ്. ഈ വടക്കൻ ഭാഗത്തേക്ക് വരുമ്പോൾ DK എന്ന് പറയുന്ന രണ്ടക്ഷരം അത് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും 2000-ലധികം കോടി രൂപയുടെ പദ്ധതി ഈ മണ്ഡലത്തിൽ തന്നെ കൊണ്ടുവരാൻ അങ്ങേക്ക് കഴിഞ്ഞു. എതിരാളി ഒരു യുവ സ്ഥാനാർത്ഥിയാണ് സുധീർ പാലോട്. മണ്ഡലത്തിലൊരു ത്രികോണ മത്സരം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? മണ്ഡലത്തിൽ ത്രികോണ മത്സരം 3 പ്രധാന സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും ത്രികോണ മത്സരം ഫീൽ ചെയ്യുന്നില്ല. പിന്നുള്ളത് LDFന് അടിത്തറയുള്ള ഒരു മണ്ഡലമാണിത്. നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ നിയമസഭാ റിസൾട്ടുകളും നമുക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അത് കൂടുതൽ ഉറപ്പിച്ചെടുക്കാനും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കാനുമുള്ള കാരണങ്ങൾ ഇവിടെയുണ്ട്. അത് ഈ 10 വർഷക്കാലം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും തന്നെയാണ്. ഞാൻ നാട്ടുകാർക്കൊപ്പമാണ്, പൊതുപ്രവർത്തനത്തിൽ നാട്ടുകാർക്കൊപ്പമായിരുന്നു ഇതുവരെയും എന്നതും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ. ഈ മലയോര മേഖല കൂടിയാണ്. ഇപ്പോൾ സുധീർ പാലോടിൻ്റെ പ്രചാരണത്തിൽ മുഴുനീളം ഉയർത്തിക്കാണിക്കുന്ന ഒരു പ്രശ്നം കർഷകരുടെ, പ്രത്യേകിച്ച് മലയോര മേഖലത്തിലെ ഈ വന്യജീവി പ്രശ്നമാണ് ഉയർത്തിക്കാണിക്കുന്നത്. ഇതിനൊരു പ്രതിവിധിയായിട്ട് അങ്ങെന്താണ് ഈ പ്രചരണത്തിൽ ഉദ്ദേശിക്കുന്നത് നിലവിൽ? വന്യജീവി പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള ഈ സംഘർഷത്തിൻ്റെ പ്രശ്നങ്ങൾ ലോകത്തെമ്പാടുമുണ്ട്. കേരളത്തിൽ മലയോര മേഖലയിലാകെയുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് അതിനെ പരിഹരിക്കാൻ വേണ്ടി എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചത്. ഒന്ന്, ഏറ്റവും നാട്ടിൻപുറത്തേക്ക് പോലും ഇറങ്ങുന്ന ഒരു ശല്യപ്പെടുത്തുന്ന മൃഗമാണ് പന്നി. കൃഷി നശിപ്പിക്കുന്നു, എല്ലാ ശല്യങ്ങളും ഉണ്ടാക്കുകയാണ്. പന്നിയെ അതായത് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭ തന്നെ അതിനെ പ്രമേയം പാസ്സാക്കി അയച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് അംഗീകാരം കിട്ടിയില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഉത്തരവിലൂടെ കൃഷിയിടങ്ങളിലിറങ്ങുന്ന പന്നിയെ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ വനമേഖലയിൽ ഈ വന്യജീവികളെ ഒരു ആവാസ കേന്ദ്രം എന്ന നിലയിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് അവർക്ക് ആവശ്യമായ വെള്ളം, ഭക്ഷണം ഒക്കെ കിട്ടുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ തന്നെ ആനശല്യമുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ആനക്കിടങ്ങ് എടുത്തുകൊണ്ട് വരികയാണ്. വീണ്ടും 2 കോടി രൂപ ആനക്കിടങ്ങിന് വേണ്ടി അനുവദിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ചിലയിടങ്ങളിലെല്ലാം ഫെൻസിങ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് പരിഹരിക്കാനാവശ്യമായ നടപടികളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് എളുപ്പം തീർക്കാവുന്ന ഒന്നാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഈ LDFന് കർമ്മപദ്ധതികളില്ലാത്തതുകൊണ്ടല്ല. UDF ഭരണകാലത്തേക്കാൾ വ്യത്യസ്തമായി LDF ആണ് ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു അവസാന ലാപ്പിൽ ഇന്ന് കൊട്ടിക്കലാശം കൂടിയാണ്. പ്രവർത്തകർ വളരെ ആവേശത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. അങ്ങിപ്പോൾ എങ്ങനെയാണ് ഈ അവസാന ഘട്ടത്തിൽ വോട്ടുറപ്പിക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണോ? അല്ല, ഇന്നിപ്പോൾ ഞാൻ പോകാതിരുന്ന കുറച്ച് മരണ വീടുകളുണ്ട്. അത് സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ വീടുകളിലും പോകാനും പറ്റുന്നില്ല. പിന്നെ അത്യാവശ്യം 1-2 കുടുംബയോഗങ്ങൾ തന്നെ വിളിച്ചിട്ടുണ്ട്. അതിൽ സന്ദർശിക്കണം. പിന്നെ സഖാക്കളുമായിട്ടൊക്കെ ഈ നാളെയും മറ്റന്നാളുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഞാനിപ്പോൾ ഇതുവരെയും പരസ്യമായ പ്രചരണ രംഗത്തായിരുന്നല്ലോ. പ്രചരണത്തിൽ നിന്ന് കരകയറാത്ത ദിവസങ്ങളായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന സഖാക്കളുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കഷൻ നടത്തണം. ഇങ്ങനെയുള്ള ഒരു ദിവസമായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ ഡീൽ വിവാദമൊക്കെ ആയിരുന്നു. എന്തായാലും പിണറായി 3.0 വരുമെന്ന വലിയ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. അതിനൊരു സംശയം എന്താ, ഈ ആരോപണങ്ങൾ LDFനെതിരെ തുടങ്ങിയിട്ട് ഇന്നലെയല്ല. ഒരു ആരോപണങ്ങളും തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. എല്ലാ ആരോപണങ്ങളും ക്രിയേറ്റീവാണ്. അത് സോപ്പ് കുമിളകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന്
കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും. പിണറായിയെ ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല. ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ വീണ്ടും മൂന്നാം തവണയും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്കും അതാണ്, എൻ്റെ വിശ്വാസവും അതാണ്. എന്തായാലും പിണറായി വിജയൻ മൂന്നാം സർക്കാർ വീണ്ടും അധികാരത്തിലെത്തും. അതുപോലെ തന്നെ വാമനപുരം പ്രത്യേകിച്ച് മലയോര മേഖലയാണ്. ഈ മേഖലയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥാനാർത്ഥി കൂടിയാണ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് DK മുരളി ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.